മാർക്കോ ഉണ്ണി മൂന്നനെ നായകനാക്കി ഹനീഫ് അദ്ദനി സംവിധാനം ചെയ്ത് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് നിർമ്മിച്ച് 2024 റിലീസിനെത്തിയ പടമാണ് മാർക്കോ. മലയാളത്തിൽ ഇന്ന് വയലൻസ് പടം മാർക്കോയ്ക്ക് മുമ്പും മാർക്കോയ്ക്ക് ശേഷവും എന്നറിയപ്പെടും. ഇന്നൊരു വയലൻസ് പടം വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ആദ്യത്തെ ചോദ്യം മാർക്കോ ലെവലുണ്ടോ എന്നതാണ്. ഒരു സിനിമ റിലീസായി ഹിറ്റാവുന്നത് സാധാരണ കാര്യമാണ്. പക്ഷേ ഒരു സിനിമ തന്നെ പിന്നീട് വരുന്ന സിനിമകളുടെ ബെഞ്ച് മാർക്കായി മാറുന്നത് വളരെ അപൂർവമാണ്. മാർക്കോ ആ ഒരു അപൂർവ നേട്ടം സ്വന്തമാക്കിയ സിനിമയാണ്. മിസ്റ്റർ ലോർഡ് മാർക്കോ എന്നടാ പണി വെച്ചിരിക്കെ. ആ ഒരു തരിപ്പ് അങ്ങോട്ട് മാറുന്നില്ല. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഒരു 2.5 മണിക്കൂർ ചോരക്കടലിൽ വീണ പോലെയായിരുന്നു അനുഭവം. വയലൻസ് കൊണ്ട് നരകം കാണിച്ച പടം. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മാർക്കോയുടെ വിജയം വയലൻസ് കൊണ്ട് മാത്രമായിരുന്നില്ല എന്നും മനസ്സിലാകും. കാരണം വയലൻസ് മാത്രം കാണിച്ചിരുന്നെങ്കിൽ ഈ ഒരു സിനിമ ഇത്ര വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുമായിരുന്നില്ല. ആ വയലൻസിനെ ചുറ്റിപ്പറ്റി ഒരു സ്റ്റൈലും ഒരു വേൾഡും ഒരു എക്സ്പീരിയൻസും ഒക്കെ സൃഷ്ടിക്കാൻ കഴിഞ്ഞതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. മിസ്റ്റർ ഹനീഫ് അദ്ദനി ബ്രോ, എടുക്കുവാണെങ്കിൽ ഇങ്ങനൊരു പടം എടുക്കണം. ബോസാൻകോ എടുത്ത നിങ്ങൾ തന്നെയാണോ ഈ പടം എടുത്തതെന്ന് പലരും സംശയിച്ചു. കാരണം മാർക്കോയിൽ കണ്ടത് ഒരു ഇൻട്രൊഡ്യൂസിങ് ഹനീഫ് അദ്ദനി വേർഷൻ 2.0 ആയിരുന്നു. തൻ്റെ മുൻ സിനിമകളിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു മേക്കിംഗ് സ്റ്റൈലാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത്. കഥയുടെ കാര്യത്തിൽ വലിയ പുതുമകളൊന്നും ഇല്ലെങ്കിലും ആ ഒരു കഥ അവതരിപ്പിച്ച രീതിയാണ് ഈ സിനിമയെ വേറിട്ട് നിർത്തുന്നത്. പിന്നെ ഉണ്ണി മുകുന്ദൻ, അങ്ങേരെ ഈ പടത്തിന് വേണ്ടി പെട്ട പെടാപ്പാടൊന്നും വെറുതെ ആയിട്ടില്ല. അങ്ങേരുടെ കരിയറിലെ ഏറ്റവും മികച്ച പീക്ക് പെർഫോമൻസുകളിൽ ഒന്നായിരുന്നു മാർക്കോ. മലയാളത്തിൽ എണ്ണം പറഞ്ഞ നടന്മാരിൽ സ്വാഗിലും സ്ക്രീൻ പ്രസൻസിലും ഈ മുതൽ എന്താണെന്ന ആളുകൾക്ക് ഒരിക്കൽ കൂടി മനസ്സിലാക്കി കൊടുത്ത പടം. സ്ക്രീൻ പ്രസൻസ് ഒക്കെ പറഞ്ഞ അങ്ങേയറ്റം പീക്ക് ലെവൽ. മാർക്കോ സ്ക്രീനിൽ വന്നാൽ പിന്നെ മറ്റാരെയും നോക്കാൻ തോന്നാത്ത അവസ്ഥ. അതായിരുന്നു ആ കഥാപാത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. ഇന്നത്തെ കാലത്ത് ഒരു സിനിമയിൽ മാസ് ഹീറോയെ സൃഷ്ടിക്കുക എന്നത് അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ മാർക്കോ എന്ന കഥാപാത്രത്തെ ആളുകൾ ഏറ്റെടുത്തത് അയാളുടെ ആറ്റിറ്റ്യൂഡും സ്ക്രീൻ പ്രസൻസും കൊണ്ടാണ്. തുടക്കം തന്നെ ഗംഭീരമായിരുന്നു. മലയാളത്തിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി കൊടുത്ത വൺ ഓഫ് ദി ബെസ്റ്റ് ടൈറ്റിൽ കാർഡുകളിൽ ഒന്നാണ് മാർക്കോയുടേത്. ആ ഒരു ഫാമിലി ട്രീം ബാക്ക് സ്റ്റോറിയും എല്ലാം ചേർത്ത് ആ ഒരു വേൾഡ് പരിചയപ്പെടുത്തുന്ന രീതി തന്നെ സിനിമയുടെ ടോൺ സെറ്റ് ചെയ്തു. എന്നാൽ റിലീസിന് സമയത്ത് പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇൻ്റർവെല്ലിന് മുമ്പ് വരെ ഈ സിനിമ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ പോകുന്നുവെന്ന്. അതിൽ കുറച്ചൊക്കെ സത്യമുണ്ട്. ഒരു ഗ്രാഫ് അപ്പ് ഡൗൺ ഇല്ലാതെ പോകുന്ന ചില ഭാഗങ്ങളൊക്കെ പടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മുഴുവൻ ക്ഷീണവും ഇൻ്റർവെല്ലിന് ശേഷം തീർത്തിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് ഈ സിനിമയിൽ മാർക്കോ ഒരു വേട്ട മൃഗമായി മാറുക. ഇൻ്റർവെൽ ഫൈറ്റ് മുതൽ ക്ലൈമാക്സ് വരെ കറണ്ട് അടിച്ച പോലെ ഇരുന്നു പോകും. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഫൈറ്റ് എടുത്ത് വെച്ചേക്കുന്നല്ലേ. പ്രത്യേകിച്ച് ആ ഒരു കോറിഡോർ ഫൈറ്റൊക്കെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ആക്ഷൻ ബ്ലോക്കുകളിൽ ഒന്നായി അത് മാറി. ഒറ്റ ടേക്ക് അല്ലെങ്കിലും ഒറ്റ ടേക്ക് പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാമറ മൂവ്മെൻറ്റ്സും ബ്ലോക്കിങ്ങും എഡിറ്റിങ്ങും എല്ലാം ചേർന്നപ്പോൾ അതൊരു വലിയ സംഭവമായി മാറി. മലയാള സിനിമയിൽ ഇത്ര കോൺഫിഡൻ്റായി ഡിസൈൻ ചെയ്ത ആക്ഷൻ സീനുകൾ മുമ്പ് കണ്ടിട്ടില്ല. ആ ഒരു ഏരിയയിലൊക്കെ എഡിറ്റർ ഷമീർ മുഹമ്മദ് പൂണ്ട് വിളയാടി എന്ന് തന്നെ പറയണം. കാരണം ഫൈറ്റുകളുടെ ഇമ്പാക്റ്റ് വർദ്ധിപ്പിക്കുന്നതിൽ എഡിറ്റിങ്ങിൻ്റെ പങ്ക് വളരെ വലുതാണ്. പിന്നെ മ്യൂസിക് രവി ബസൂർ അറിഞ്ഞങ്ങ് വിളയാടി. KGF-നും സലാറിനും ശേഷം വീണ്ടും ഒരു മാസ് സിനിമയ്ക്ക് വേണ്ട എനർജി എങ്ങനെ സൃഷ്ടിക്കാം എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി കാണിച്ചു തന്നു. ചില രംഗങ്ങളിലൊക്കെ ഡയലോഗിനേക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു. പിന്നെ സിനിമോട്ടോഗ്രാഫി മലയാളത്തിൽ വന്നിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് പീക്ക് സിനിമോട്ടോഗ്രാഫികളിൽ ഒന്ന്. ഓരോ ഫ്രെയിമും വലിയ സ്ക്രീനിൽ കാണാൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തതുപോലെ തോന്നിപ്പോവും. അതും വൻ റിച്ചായിട്ട് ഓരോ ഫ്രെയിമും എടുത്ത് വെച്ചേക്കുന്നത് കാണണം. ഇനി എടുത്തു പറയേണ്ട മറ്റൊന്ന് പടത്തിൻ്റെ കളർ ഗ്രേഡിംഗ് ആണ്. മാർക്കോയുടെ സുപ്രീംസി എന്ന് പറയുന്നത് സിനിമോട്ടോഗ്രാഫിയും കളർ ഗ്രേഡിങ്ങുമാണ്. ഡാർക്ക് ടോണുകളും റെഡ് കളർ പാലറ്റും ഉപയോഗിച്ച് സിനിമയ്ക്ക് സ്വന്തമായിട്ടുള്ളൊരു വിഷ്വൽ ഐഡൻറ്റിറ്റി സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഇന്നൊരു ഫ്രെയിം മാത്രം കണ്ടാൽ അത് മാർക്കോയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതാണ് ഈ ഒരു സിനിമയുടെ വിഷ്വൽ ബ്രാൻഡിങ്. ഇനി പടത്തിൻ്റെ കാസ്റ്റിലേക്ക് വന്ന ഈ പടത്തിൽ അഭിനയിച്ചവരെല്ലാം അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് സിദ്ദിഖിൻ്റെ ജോർജ് ഡി പീറ്റർ. എല്ലാവരും ആറാടിയപ്പോൾ പുള്ളി മാത്രം അഴിഞ്ഞാടി. പ്രീ ക്ലൈമാക്സിലൊക്കെ പുള്ളിയുടെ പെർഫോമൻസ് പീക്ക് ലെവലായിരുന്നു. അതൊക്കെ ഈ പടത്തിൻ്റെ മറ്റൊരു വലിയ ഹൈലൈറ്റാണ്. ഒരു നല്ല വില്ലൻ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള സപ്പോർട്ടിംഗ് കഥാപാത്രങ്ങൾ ഇല്ലെങ്കിൽ ഒരു മാസ് പടം കംപ്ലീറ്റ് ആകത്തില്ല. ആ ഒരു ഭാഗവും മാർക്കോ കൃത്യമായി കൈകാര്യം ചെയ്തു. ഇനി മാർക്കോയെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയണം. അതായത് സർട്ടിഫൈഡ് ആയിട്ടുള്ള വയലൻസ് നിറഞ്ഞൊരു സിനിമയ്ക്കും വലിയ മാർക്കറ്റ് ഉണ്ടെന്ന്, അതും മലയാളത്തിൽ വലിയ മാർക്കറ്റ് ഉണ്ടെന്ന് തെളിയിച്ചു. കുടുംബ പ്രേക്ഷകരെ മാത്രം ലക്ഷ്യം വെക്കാതെ ഒരു പ്രത്യേക വിഭാഗം പ്രേക്ഷകരെ ലക്ഷ്യം വെച്ചും പടം ഉറക്കുക അത് വലിയ വിജയമാകും എന്ന് കാണിച്ചു തന്നു.
അതൊക്കെ ഈ മാർക്കോയിലൂടെ സംഭവിച്ചൊരു വലിയ സംഭവമാണ്. ഈ മാർക്കോയുടെ വാല് പിടിച്ച് ഇനിയും മലയാളത്തിൽ വയലൻസ് പടങ്ങൾ വന്നേക്കാം. അങ്ങനെ അടുത്തിറങ്ങിയ പടമാണ് കാട്ടാളൻ. അതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. അതിന് സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു ഡീറ്റെയിൽഡ് വീഡിയോ ലോഡിംഗ് ആണ്. അപ്പോൾ ചിലത് പരാജയപ്പെടും, ചിലത് വിജയിക്കും. പക്ഷേ ആ വഴി തുറന്നു കൊടുത്ത സിനിമയായി ചരിത്രത്തിൽ മാർക്കോയുടെ പേര് ഉണ്ടാകും. മൊത്തത്തിൽ അവരെന്താണോ വാഗ്ദാനം ചെയ്തത് അതിനേക്കാൾ കൂടുതൽ തന്നൊരു സിനിമയായിരുന്നു മാർക്കോ. മറ്റൊരു കില്ലോ ആനിമലോ അല്ല, മലയാളത്തിൻ്റെ ഒരേ ഒരു മാർക്കോ. ഒരു സിനിമയായി മാത്രമല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റായി, ഒരു ഗെയിം ചേഞ്ചറായി, മലയാള സിനിമയിലെ ആക്ഷൻ സിനിമകളുടെ പുതിയ അധ്യായമായി മാർക്കോ എന്നും ഓർമ്മിക്കപ്പെടും. ഇനി മാർക്കോ മലയാള സിനിമയിലെ ഏറ്റവും മികച്ചൊരു സിനിമയാണോ എന്ന് ചോദിച്ചാൽ പലർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. പക്ഷേ മാർക്കോ മലയാള സിനിമയിലെ ഏറ്റവും ഇമ്പാക്റ്റ്ഫുൾ ആക്ഷൻ വയലൻസ് സിനിമകളിൽ ഒന്നാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മാർക്കോ എന്നു മാത്രമായിരിക്കും. ഈ സിനിമ ഒരു പുതിയ വാതിൽ തുറന്നു. ആ വാതിലിലൂടെ ഇനി എത്ര സിനിമകൾ കടന്നു പോകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ ഒരു വാതിൽ ആദ്യമായി തുറന്നത് മാർക്കോയ്ക്ക് വേണ്ടിയാണ്.